നമുക്കോട്ടെ ക്ലാസ് തുടങ്ങാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശ്രീ എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയ അഭിപ്രായം, ഓരോ ദിവസവും ക്ലാസ് കഴിഞ്ഞു വരുന്നതോടുകൂടി മെമ്പേഴ്സ് കുറയുന്നുണ്ടോ എന്നൊരു സംശയം. എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള വല്ല കാരണമാണെങ്കിൽ പറയണേ. അത് അഡ്മിൻസ് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ആദ്യമുണ്ടായ അത്രയും ഒരു പ്രാതിനിധ്യം ഇതിൽ കാണുന്നില്ല. കുഴപ്പമില്ല, ഒരാളാണെങ്കിലും ലളിതാ സഹസ്രനാമം പഠിപ്പിക്കണമെങ്കിൽ ഒരു വിഷമമില്ല. കാരണം ഇത് സമൂഹമായിട്ട് പഠിപ്പിക്കേണ്ടതുമല്ല. നമുക്ക് എന്തായാലും പഠനം ആരംഭിക്കാം. ജോയിൻ ചെയ്യുന്നവർ ജോയിൻ ചെയ്യട്ടെ. ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ 4 ശ്ലോകങ്ങൾ വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാര അങ്കുശോജ്വല മനോരൂപേക്ഷുകോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല ചമ്പകാശോകപുന്നാക സൗഗന്ധികലസത്കച കുരുവിന്ദമണിശ്രേണീകനകോടീരമണ്ഡിത. ഇത്രയും മന്ത്രങ്ങളുടെ ചൊല്ലേണ്ട രീതി, അതിലെ തെറ്റ് വരാവുന്ന ഭാഗം, അതിന്റെ സാമാന്യമായ അർത്ഥം, അതിന്റെ സൗന്ദര്യം, ഭാവം ഒക്കെ ആവുന്നത്ര പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനെന്നല്ല, ഏതൊരു ആചാര്യനും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എത്രമാത്രം അറിയാൻ ആഗ്രഹമുണ്ടോ അത്തരത്തിലുള്ള ഒരു ഒഴുക്കെ, ഒരു പഠനമേ നടക്കൂ. ആവശ്യമുണ്ട്, കൂടുതൽ ആവശ്യമുണ്ടെന്ന് തോന്നൽ വരുമ്പോഴാണ് കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ സാധ്യമാകുക. പ്രത്യേകിച്ച് ലളിതാ സഹസ്രനാമം പോലെയുള്ള സ്തോത്രങ്ങള് അനവധി വർഷങ്ങളായി എത്രയോ പേര് സ്വയമായിട്ടും ഉപദേശം കിട്ടിയിട്ടും പഠിച്ചിട്ടും ഒക്കെ ചൊല്ലുന്നു. അതൊരു പുതുമയൊന്നുമല്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള പുതുമ എന്ന് വെച്ചാൽ അത്രയും അഗാധമാണ്. ഈ പ്രപഞ്ചത്തിലെ സർവശാസ്ത്രങ്ങളും സർവമാന വിഷയങ്ങളും മാനവജാതിക്ക് എന്താണോ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം, അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഋഷീശ്വരന്മാർ വേദത്തിലൂടെയും പുരാണങ്ങളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും ചരിത്രങ്ങളിലൂടെ ഒക്കെ പറഞ്ഞു വെച്ച എല്ലാ മാർഗങ്ങളെയും 1000 നാമങ്ങളിൽ കോർത്തിണക്കി ഒരു അപാകതയുമില്ലാതെ വശിന്യാദി വാഗ്ദേവതമാരിലൂടെ നമ്മളിലേക്ക് വന്നതാണ് എന്ന് ഓർക്കണം. ഏതൊരു ശാസ്ത്രം പഠിക്കുമ്പോഴും ആ പഠിക്കുന്ന ശാസ്ത്രം അതിന്റെ പൂർണ്ണ രൂപത്തിൽ പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. അപ്പോഴാണ് അത് മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇത് പരമ്പരയാ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് മക്കളെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തൊരു ശ്രുതിയായിട്ട് വേദമായിട്ട് മാറണം. അതാണ് ഭാരതീയ ഋഷിമാരുടെ വിദ്യാസങ്കല്പം. ഇന്നത്തെ പോലെ എഴുതി കൊടുക്കുകയോ ക്ലാസ്സിൽ പഠിപ്പിക്കുകയോ ഒന്നുമല്ല. എന്ത് പഠിച്ചാലും അന്നും ഉണ്ടായിരുന്നു പ്രാക്ടിക്കൽ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഈശ്വരനുണ്ട് എന്ന് പറയുന്നതിന് അതിന്റെ തിയറി പഠിച്ചാൽ ആ തിയറി അനുസരിച്ച് അവനവന്റെ ജീവിതം അതിലേക്ക് മാറ്റി ഈശ്വരനുണ്ട് എന്ന് സ്വന്തം അനുഭവത്തിലൂടെ പ്രാക്ടിക്കലാക്കി മനസ്സിലാക്കിയവരാണ് പിന്നീട് ഉയർന്നു വന്ന മഹാഋഷീശ്വരന്മാർ. അപ്പം അതൊന്നും നമുക്ക് സാധിച്ചില്ലെങ്കിലും ഈ കലികാലത്ത് മനസ്സിലാക്കുക. ചിലപ്പോൾ അറിയില്ല ഈ കലിയുഗത്തിൽ ആർക്കൊക്കെയാണ് ആ ഋഷിതുല്യ പദവിയിലേക്ക് അല്ലെങ്കിൽ മോക്ഷ പദവിയിലേക്ക് എത്താൻ സാധിക്കുക എന്ന് അറിയില്ല.
ഒന്നുമില്ലാതിരുന്ന കട്ടും മോഷ്ടിച്ചും കുടുംബത്തെ പോറ്റാനെന്ന രീതിയിൽ നഗരവാസികളെയും ഗ്രാമവാസികളെയും എല്ലാം ഉപദ്രവിച്ചു കൊണ്ടിരുന്ന രത്നാകരനാണ് സ്വയം തെറ്റ് മനസ്സിലാക്കി അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവൻ മാത്രമേ അനുഭവിക്കൂ എന്ന് മനസ്സിലാക്കി ഞാൻ ചെയ്തത് മുഴുവൻ വ്യർത്ഥമായല്ലോ, വിഫലമായല്ലോ എന്നുള്ള വിഷാദമാണെങ്കിലും അതിൽ നിന്ന് ഉയർന്ന് ഈശ്വര ഉപാസന ചെയ്തതിന്റെ ഫലമാണ് വാത്മീകി മഹർഷി. അങ്ങനെ ഒരു പെരും കള്ളന് അല്ലെങ്കിൽ ഒരു കാട്ടുജാതിക്കാരനെ പോലെ ഭീകരവാദിയായിട്ടിരുന്ന ഒരു വ്യക്തിക്ക് ഒരു മഹാകാവ്യം രചിക്കാൻ പാകത്തിന് വാത്മീകി മഹർഷിയായിട്ട് മാറാൻ സാധിക്കുമെങ്കിൽ നമ്മൾ എത്രയൊക്കെയോ പുണ്യം ചെയ്തവരാണ്. നമുക്ക് സാധിക്കും. വെറുതെ കേട്ട് അർത്ഥം മനസ്സിലാക്കി മാത്രം പോയാൽ പോരാ, അതിനെ സ്വാംശീകരിക്കാൻ, അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് മനസ്സിൽ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കണം. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഓരോ മന്ത്രത്തിന്റെയും അതിസാധാരണമായിട്ടുള്ള അർത്ഥതലങ്ങളും ഒപ്പം അതിന്റെ ഉള്ളിൽ അഗാധമായി ഒളിഞ്ഞിരിക്കുന്ന മറ്റ് വിശേഷങ്ങളും മനസ്സിലാക്കിയാലാണ് പൂർണ്ണമായിട്ടും അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് പരമാവധി 1 മണിക്കൂറേ ഉള്ളൂ. 3 മുതൽ 4 വരെ ഉള്ളതിൽ ഒരു 2:55 ആവുമ്പോഴത്തേക്ക് എല്ലാവരും പ്രസന്റ് ആയാൽ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ കേൾക്കാം. അങ്ങനെ കേട്ടാൽ മാത്രമേ സംശയങ്ങൾ ഉണ്ടാവും. സംശയം വന്നാൽ മാത്രമേ ചോദിക്കാനുള്ള പ്രചോദനം ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവട്ടെ. ഏതായാലും ഇത്രയും മന്ത്രങ്ങളെ കൊണ്ട് അമ്മ ആരാണെന്നും അമ്മയുടെ ആ തലം സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളാണെന്നും ദേവന്മാരുടെ കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് ചിതഗ്നികുണ്ഡത്തിൽ വേണ്ടവണ്ണം ഉദ്ഭൂതയായി വന്നവളാണെന്നും ഉയർന്ന സമയത്ത് തന്റെ തന്നെ ആ പ്രകാശം സ്വതസിദ്ധമായ അരുണപ്രകാശം കൊണ്ട് ബ്രഹ്മാണ്ഡ മണ്ഡലങ്ങളെ മുഴുവൻ മുക്കിക്കളഞ്ഞുവെന്ന് 4 കൈകളോട് കൂടിയിട്ടാണ് അത് ആദ്യം കണ്ടത്. തലമുടി കണ്ടു, 4 കൈകൾ കണ്ടു. ആ കൈകളിൽ പാശം, അങ്കുശം, കരിമ്പ് വില്ല്, അതുപോലെ പഞ്ചതന്മാത്രം, പൂവമ്പ്, പുഷ്പബാണങ്ങളെല്ലാം കണ്ടു. അപ്പൊ നിജാരുണ പ്രഭാപൂര മജ്ജ ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്കച അതെല്ലാം കണ്ടു. ചമ്പകം, അശോകം, പുന്നാകം തുടങ്ങി സൗഗന്ധികം തുടങ്ങിയിട്ടുള്ള അതിദിവ്യങ്ങളായ സുഗന്ധപൂരിതങ്ങളായിട്ടുള്ള പുഷ്പങ്ങള് അണിഞ്ഞ മുടിയോടുകൂടി കുരുവിന്ദമണി എന്ന് പറയുന്ന പത്മരാഗശില കൊണ്ട് വേണ്ടവണ്ണം ശ്രേണി പോലെ നിരനിരയായി കോർത്തു പിടിപ്പിച്ച അതിമനോഹരമായ ചക്രവർത്തിനിക്ക് ധരിക്കുവാൻ യോഗ്യമായിട്ടുള്ള കിരീടത്തോടുകൂടി കുരുവിന്ദമണി ശ്രേണീകണ കോടീരമണ്ഡിത വിശേഷപ്പെട്ട ആ കിരീടം കണ്ടു. കുരുവിന്ദമണി ശ്രേണീകണ കോടീരമണ്ഡിത എന്ന് വരെ നമ്മൾ കണ്ടു. അപ്പൊ ഒരു അഗ്നികുണ്ഡത്തിൽ നിന്നും ചിതഗ്നികുണ്ഡത്തിൽ നിന്നും ഉയർന്നു വരുന്ന ആ മഹാദേവിയുടെ പൊതുവെയുള്ള പ്രകാശം രക്ഷിക്കാൻ വന്ന അമ്മയുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കുമ്പോഴുള്ള ആയുധങ്ങള്, അതിന്റെ എല്ലാം ഗഹനമായിട്ടുള്ള ചിന്തകളിലേക്ക് പിന്നീട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ ആ മന്ത്രത്തിൽ പറഞ്ഞ അർത്ഥത്തെ വ്യാഖ്യാനിച്ചു എന്നേ ഉള്ളൂ. വെറും കയറല്ല രാഗമാണ്, വെറും അങ്കുശമല്ല ക്രോധമാണ്, വെറും കരിമ്പുവില്ലല്ല പഞ്ചതന്മാത്രകളാണ്, അല്ല മനസ്സാണ്, വെറും അമ്പുകളല്ല അത് പഞ്ചതന്മാത്രകളാണ് എന്നൊക്കെ നമ്മൾ കണ്ട് ആ കിരീടവും തലമുടിയിൽ അണിഞ്ഞിരിക്കുന്ന പൂക്കളും ഇതെല്ലാം കണ്ടു വന്നാൽ ആദ്യം കിരീടം കണ്ടു കഴിഞ്ഞാൽ കുരുവിന്ദ മണിശ്രേണീകനക്കോടീര വണ്ടിത എന്ന് കണ്ടാൽ ഇത് താഴോട്ട് കാണാം. കാരണം ഭഗവതി ഇങ്ങനെ ഉയർന്നു വരിക. ശരിക്ക് ഈ ഒരു ചിതഗ്നികുണ്ഡ സംഭൂത എന്ന് ദേവകാര്യ സമുദ്യത എന്നുള്ള ഭാവത്തില് ഉദ്യദ്ഭാര സഹസ്രാഭ എന്നുള്ള ഭാഗം തൊട്ട് അതിന്റെ അർത്ഥം അറിഞ്ഞ് കുറച്ച് മന്ത്രങ്ങളെങ്കിലും ജപിച്ചാൽ സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ രാജരാജേശ്വരിയുടെ കേശാദി പാദാന്തം നമുക്ക് ഓരോ മന്ത്രവും ചൊല്ലി ധ്യാനിക്കാൻ പറ്റും. ഒരു മന്ത്രം തന്നെ ജപിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ദേവിയെ കാണുമ്പം ഉദ്യദ്ഭാനുസഹസ്രാഭ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉദിച്ചുയരുന്ന 1000 സൂര്യന്മാരുടെ പ്രകാശമൊന്നും പൂർണ്ണമായിട്ടും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ലെങ്കിലും അത്യുജ്വലമായ പ്രകാശത്തെ നമുക്ക് കാണാൻ പറ്റും. ചതുർബാഹു സമന്വിത 4 കൈകളെ ഇങ്ങനെ കാണാം. ആ കൈകളിലെ ഓരോ ആയുധങ്ങളെ കാണാം. തലമുടി കാണാം. തലമുടിയിലെ ആ ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം എന്ന പുഷ്പങ്ങൾ കാണാം. ശരിക്കും ഉപാസിച്ചാൽ അതിന്റെ വാസന പോലും വരും എന്നാണ് യോഗശാസ്ത്രം. അതിനുശേഷം കുരുവിന്ദമണി, അത് കണ്ടിട്ടില്ലെങ്കിലും ചുമന്ന പ്രത്യേകിച്ച് ഒരു പ്രത്യേക തരം വിശേഷപ്പെട്ട ചുമപ്പോട് കൂടിയ പത്മരാഗം, ആ പത്മരാഗം
മണികളെ കൊണ്ട് കോർത്തു പിടിപ്പിച്ച ഒരു കിരീടം നമുക്ക് എത്രമാത്രം മനോഹരമാക്കി നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാമോ, അങ്ങനെ ആ കിരീടം ഇങ്ങനെ ഉയർന്നു വന്നു. അഗ്നികുണ്ഡത്തിൽ നിന്നൊരു കിരീടം പതുക്കെ ഉയർന്നു വരിക എന്ന് പറയുമ്പോൾ അതൊക്കെ ധ്യാനാവും. ആദ്യത്തെ കുറെ മന്ത്രങ്ങൾ ധ്യാനിക്കാൻ, അമ്മയുടെ സ്ഥൂല രൂപം ധ്യാനിക്കാൻ പറ്റിയ തരത്തിലാണ് യഥാക്രമാണ് പാദത്തിന്റെ നഖം വരെ വർണ്ണിച്ചിട്ടുള്ളത്. അമ്മയുടെ പാദം വരെ എത്തി. അമ്മയുടെ ചലനം, പാദത്തിന്റെ ചലനം വരെ നമുക്ക് ശരിക്ക് 1.5 മണിക്കൂറോളം ഭംഗിയായിട്ട് ഓരോന്നും ആ മന്ത്രം ചൊല്ലിയിട്ട് ആ ഓരോ അംഗത്തെയും നമസ്കരിച്ചുകൊണ്ട് ധ്യാനിക്കാൻ പോലും പറ്റുന്നതാണ്. വെറുതെ ഇരുന്ന് ശ്ലോകം ചൊല്ലിയാൽ പോലും, അറിയാതെ ചൊല്ലിയാൽ പോലും ഫലമുള്ള ഈ സഹസ്രനാമത്തിന്റെ ആദ്യത്തെ കുറെ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴെങ്കിലും കണ്ണടച്ച് ധ്യാനിക്കാൻ സാധിച്ചാൽ ഇത് കാണാതെ പഠിക്കേണ്ട വരുന്നതാണ്. അപ്പോ ഉയർന്നു വരുന്ന അമ്മയുടെ കിരീടം അനേകം പത്മരാഗങ്ങളുടെ ശ്രേണി കൊണ്ട് മനോഹരമാക്കിയ അതിസുന്ദരമായ ചക്രവർത്തിയുടെ കിരീടമാണ്. അങ്ങനെയുള്ള ആ കിരീടമാണ് ആദ്യം ഇങ്ങനെ പൊങ്ങി വരിക. അത് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം. അടുത്ത മന്ത്രം 5-ാമത്തെ ശ്ലോകം 15 മുതൽ 18 വരെയുള്ള മന്ത്രങ്ങള് അഷ്ടമീ ചന്ദ്ര വിഭ്രാജദളികസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാഭൃഗനാഭിവിശേഷക. 5-ാമത്തെ ശ്ലോകാണ്. 15-ാമത്തെ മന്ത്രം തൊട്ട് 18-ാമത്തെ മന്ത്രം വരെയാണ് വരുന്നത്. അതില് അഷ്ടമീ ചന്ദ്ര വിഭ്രാജ തളികസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭിവിശേഷക. പിന്നെ 15 മുതൽ 16 വരെയാണ്, 18 അല്ല, 2 മന്ത്രമാണ്. അഷ്ടമീ ചന്ദ്ര, അത് പല ഗ്രന്ഥങ്ങളിലും ശ്രദ്ധിക്കേണ്ടത് വിഭ്രാജ എന്നുണ്ട്. വിഭ്രാജ തെറ്റൊന്നുമില്ല, വിശേഷണ ഭ്രാജിക്ക് അതാവാം. ഇത് വിഭ്രാജ ബായാണ്, ബലം എന്നുള്ളതിന്റെ ബായാണ് ശരിക്കുള്ള ഗ്രന്ഥങ്ങളിൽ കാണും. വിഭ്രതാവ, ധരിക്കുക എന്നർത്ഥം. അപ്പൊ അഷ്ടമി ആ ടായാണ്, ടായല്ല. ചന്ദ്ര തെറ്റില്ല. വിഭ്രാജ എന്നാണ് പല ഗ്രന്ഥത്തിലും, വിഭ്രാജ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നമ്പൂരിപ്പാടിനൊക്കെ ചൊല്ലി പഠിച്ചിട്ടുള്ളത് വിഭ്രാജയാണ്. രണ്ടും തെറ്റൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പൊ അഷ്ടമി ചന്ദ്ര വിഭ്രാജദളിക സ്ഥല ശോഭിത. ഇതിനെ നമ്മൾ ഒരു ഒറ്റ മന്ത്രമാണത്. അഷ്ടമി ചന്ദ്ര വിഭ്രാജദളിക സ്ഥല ശോഭിതായൈ നമഃ എന്നൊറ്റ മന്ത്ര. അത് വിശേഷണ വിശേഷങ്ങളെ കൊണ്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ ശോഭിത എന്നാണ് അമ്മയുടെ പേര്, ശോഭിക്കുന്നവൾ. അങ്ങനെയാണ് 15-ാമത്തെ മന്ത്രം. വശിന്യാദി വാഗ്ദേവതകള് അത് കിരീടം ഇങ്ങനെ കണ്ടിട്ട് പിന്നെ എന്തോ ശോഭിക്കുന്നതായിട്ട് പറയുകയാണ്. കിരീടത്തിന്റെ ശോഭ കണ്ടു നമ്മള്. ആ അമ്മ ഇങ്ങനെ ഉയർന്നു വരണ സമയത്ത് ശോഭിത, ശോഭിക്കുന്നവളാണല്ലോ. അപ്പൊ എങ്ങനെയൊക്കെ ശോഭിക്കുന്നു എന്നുള്ളതിന്റെ വിശേഷണങ്ങളാണ്. എന്താണ്? സ്ഥലശോഭിത. ഒരു സ്ഥലം, കിരീടം കഴിഞ്ഞാലുള്ള സ്ഥലം ഏതാണോ ആ സ്ഥലം ശോഭിത. കിരീടത്തിന്റെ താഴെയുള്ള സ്ഥലം നന്നായിട്ട് ശോഭിക്കുന്നുണ്ട് അമ്മയുടെ. അത് ഏത് സ്ഥലമാണ് എന്ന് പറയേണ്ട കാര്യമില്ലെങ്കിലും പ്രത്യേകിച്ച് പറയണം. അളിക സ്ഥല ശോഭിത. പലരും ചൊല്ലുമ്പോ ദളിക സ്ഥല എന്ന് പറയുന്നുണ്ട്. അത് അതിന്റെ സന്ധി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ശോഭിത, സ്ഥല ശോഭിത, അളിക സ്ഥല ശോഭിത. അളികം നെറ്റി, അളിക സ്ഥലം നെറ്റിത്തടം. അപ്പൊ കിരീടം കഴിഞ്ഞാലുള്ള നെറ്റിയുടെ ഭാഗത്തെ കുറിച്ചിട്ട്, അമ്മയുടെ നെറ്റിത്തടത്തെ കുറിച്ച് പറയാണ്. എന്ത് ഭംഗിയായിട്ട് ധ്യാനിക്കാമെന്നു. അപ്പോ ശോഭിത, സ്ഥലശോഭിത, അളിക സ്ഥലശോഭിത. തടത്തെ കൊണ്ട് ശോഭിക്കുന്നവൾക്ക് നമസ്കാരം. നെറ്റിത്തടത്തിന് എന്താ പ്രത്യേകത? അപ്പോ അമ്മ ശോഭിക്കുന്നുണ്ട്. അതിന്റെ വിശേഷണം അളികസ്ഥല ശോഭിത. അളികസ്ഥലം കൊണ്ട് ശോഭിക്കുകയാണ്. എന്താ അളികസ്ഥലത്തിന് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ വശിന്യാദി വാഗ്ദേവതമാര് അത്രമാത്രം ചിന്തിച്ചിട്ടാവാം ഈ മന്ത്രം എഴുതിയെന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. എന്താണ്? വിഭ്രാജതാണ്. വിഭ്രാജത് അളിക, വിഭ്രാജത അളിക എന്ന് തന്നെ നമ്മൾ അത് ദ പ്ലസ് ആ ദ എന്ന് വരുന്ന, അല്ലാണ്ട് ദളിക എന്നൊരു വാക്കില്ല. അളികമാണ്. നെറ്റിത്തടം. വിഭ്രാജത്ത് ഭരിച്ചിരിക്കുന്നു, അതിൽ ചേർത്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ശോഭിക്കുന്നു എന്നൊക്കെ എന്ത് പല പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ വിഭ്രാജതാണ്.
വിശേഷേണ ശോഭിക്ക. വിഭ്രാജത വിശേഷണ ശോഭിക്ക. വിഭ്രാജത എന്ന് വെച്ചാൽ ധരിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. വിഭ്രത്തോർഭിക്കുഠാരം എന്നൊക്കെ കേട്ടു. അപ്പോ വിഭ്രാജ, വിഭ്രാജ എന്നല്ല, വിഭ്രാജത് അളിക, വിഭ്രാജത് അളിക സ്ഥല ശോഭിത. അപ്പോ എന്തോ ധരിച്ചാൽ പ്രകാശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിശേഷേണ ശോഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ധരിച്ച് എടുത്തു വച്ചേക്കാണ് എന്ന് തോന്നുന്നു. എന്താണ്? അളികസ്ഥല ശോഭിത. അളികസ്ഥലം കണ്ടാൽ, അമ്മയുടെ നെറ്റിത്തടം കണ്ടപ്പോ വശിന്യാദി വാഗ്ദേവതമാരുടെ ഉപമയാണ് ഈ അളികസ്ഥലം കൊണ്ട് ശോഭിക്കുകയാണ്. അളികസ്ഥലം നെറ്റി ഇങ്ങനെ ശോഭിക്കുമോ? ഇപ്പൊ മൊത്തത്തിൽ മുഖം ഇങ്ങനെ ശോഭിക്കുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ നെറ്റിത്തടം എങ്ങനെയാണ്, അതിനെന്ത് വിശേഷണമാണ് ചോദിക്കുമ്പോഴാണ് പ്രപഞ്ചവുമായിട്ട് വളരെ ബന്ധമുള്ള അനവധി രഹസ്യ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മന്ത്രമാണ്. അങ്ങോട്ടൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. ഇവിടെ എന്താണ്? ചന്ദ്രവിഭ്രാജ തളിക സ്ഥല ശോഭിത. ചന്ദ്രനെ ധരിച്ചിരിക്കുന്നു, ചന്ദ്രനെ കൊണ്ട് ചന്ദ്രന്റെ പോലെ ശോഭിക്കുന്നു. രണ്ടർത്ഥവും ഞാൻ പറഞ്ഞു പോവാണ്. എന്ത്? അപ്പൊ നെറ്റി എന്ന് പറയുന്നത് എങ്ങനെ ചന്ദ്രനാവും? നെറ്റി മുഖമാണെങ്കിൽ മുഖചന്ദ്രൻ എന്ന് പറയാം. ഈ നെറ്റി എങ്ങനെ ചന്ദ്രനാവും ചോദിക്കുമ്പോഴുള്ള ഉത്തരാണ് അഷ്ടമി ചന്ദ്ര. അഷ്ടമി ചന്ദ്രനാണ്. ചന്ദ്രന് 16 കലയാണ് നമുക്കറിയാം. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പിന്നെ പൗർണമി അല്ലെങ്കിൽ അമാവാസി. അങ്ങനെ 15 കല, പിന്നെ 16ാമത്തെ അമാകലയും പൗർണമി കലയും. ഇങ്ങനെയുള്ള കലകൾ 16 കലകളാണ്. അതില് അഷ്ടമി ചന്ദ്രൻ എന്താ പ്രത്യേകത? അത് പ്രത്യേകിച്ച് ശുക്ലപക്ഷത്തിലെ, വെളുത്ത പക്ഷത്തിലെ പൗർണമിയിലേക്ക് അടുക്കുന്ന അഷ്ടമി. ഇപ്പൊ ശുക്ലപക്ഷ പ്രഥമയുണ്ട്, കൃഷ്ണപക്ഷ പ്രഥമയുണ്ട്. ചക്രാബ്ജ പൂജയിലൊക്കെ വിശദമായിട്ട് അതിന്റെ പൂജയുണ്ട്. ഇതില് പൂർണ്ണമായിട്ടും കറുത്ത ഭാവം വന്നു കഴിഞ്ഞാൽ അത് അമാവാസിയാണ്. ചന്ദ്രനെ കാണാനില്ല. പിന്നെ അവിടെ നിന്നാണ് ഓരോ കലയായിട്ട് ഇങ്ങനെ കൂടി 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 വന്ന് 15 കല, 16ാമത്തെ കലയാകുമ്പോൾ പൗർണമിയായി. ഇതില് 8ാമത്തെ കല, അതിപ്പോ അമാവാസി തുടങ്ങിയ കൃഷ്ണപക്ഷത്തിലാണെങ്കിലും ഈ ഒരു സംഭവം അത് വ്യാഖ്യാനിക്കാനൊക്കെ പറ്റും. ഇവിടെ പ്രത്യേകിച്ച് പ്രകാശത്തിന്റെ കാര്യം പറയുന്നത് കൊണ്ട്, ശോഭിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട്, ആ ശോഭയില്ലാത്ത സ്ഥലത്തു നിന്നാണല്ലോ ശോഭ വരേണ്ടത്. അപ്പൊ ശുക്ലപക്ഷം തന്നെ ആവണം. എന്താണ് ശുക്ലപക്ഷത്തിൽ? ഏതെങ്കിലും ഒരു നല്ല ശുക്ലപക്ഷം, കൃത്യമായിട്ട് ശുക്ലപക്ഷം രാത്രിയുള്ള സമയത്ത് ചന്ദ്രനെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോഴേ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് 16 കലയെ 2ആയിട്ട് ഭാഗിച്ചാൽ 8ഉം 8ഉമാകും അല്ലെ? അങ്ങനെ 8ാമത്തെ കല ഇങ്ങനെ ശുക്ലപക്ഷത്തിൽ ഇങ്ങനെ വളർന്ന് 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 8 കലയാവുമ്പോൾ ചന്ദ്രൻ പകുതി പ്രകാശിക്കുന്നു, പകുതി പ്രകാശിക്കാത്ത അവസ്ഥയാണ്. അപ്പൊ ചന്ദ്രന്റെ പകുതിയിലധികം, കാരണം കുറച്ചും കൂടെ, പകുതി എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ അധികമായിട്ടായിരിക്കും 8ാമത്തെ കല. അത് കറക്റ്റ് നെറ്റിയുടെ രൂപമാണ്. അതെങ്ങനെ നെറ്റിയിൽ എങ്ങനെ വെച്ചാൽ പകുതിയാണ്, പൂർണ്ണമായാൽ മുഖമാവും. അപ്പൊ ഇത്രയും ഉള്ള ഈ ഒരു നെറ്റിത്തടത്തെ ശുക്ലപക്ഷത്തിലെ അഷ്ടമി തിഥിയിലെ ചന്ദ്രനെ അമ്മയുടെ നെറ്റിയിൽ എടുത്തു വച്ചിരിക്കുകയാണോ എന്നൊരു തോന്നലാണ്, അല്ലെ ആ ഉപമയാണ് വശിന്യാദി വാഗ്ദേവത വരെ പറഞ്ഞത്. ശുക്ലപക്ഷ അഷ്ടമി തിഥിയിലെ ചന്ദ്രനെ പോലെ എന്ന് വേണമെങ്കിൽ അർത്ഥം എടുക്കാം. അന്ന് പകുതിയിലധികം, ഒരു 3/4 എന്ന് പറഞ്ഞുകൂടാ, അങ്ങനെയുള്ള ഒരു ചന്ദ്രന്റെ പ്രകാശം. കാരണം മുഴുവൻ പ്രകാശമായാൽ അത്രയ്ക്ക് കാണില്ല, ഒരു കുറച്ച് കറുപ്പായിട്ട് ബാക്കി ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ജ്വലിക്കുന്ന, പ്രകാശിക്കാൻ, താഴത്തേക്ക് പ്രകാശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, ഒരു പൂർണ്ണമാക്കാൻ വെമ്പുന്ന ഒരു കലയാണ് അഷ്ടമി തിഥി. പല പല ഉപാസനകൾക്കൊക്കെ അഷ്ടമി തിഥി വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്. അഷ്ടമ്യാംബ സമാഹിത എന്നൊക്കെ ദേവീ മഹാത്മ്യം പറയുന്നു. അപ്പൊ ഈ അഷ്ടമി തിഥിയില് ചന്ദ്രനെ കണ്ടാൽ എങ്ങനെയുണ്ടോ അങ്ങനെയാണ് അമ്മയുടെ നെറ്റിത്തടം കണ്ടാൽ. അപ്പൊ അഷ്ടമി ചന്ദ്രനെ എടുത്ത് നെറ്റിയിൽ വെച്ചിരിക്കുകയാണോ എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ശുക്ലപക്ഷത്തിലെ അഷ്ടമി തിഥിയിലെ ചന്ദ്രനെ പോലെ വിശേഷേണ ശോഭിക്കുന്ന നെറ്റിത്തടത്തോടു കൂടിയവൾ എന്നൊരർത്ഥം. അപ്പൊ ആ കിരീടം ഇങ്ങനെ അത്ര താഴോട്ട് വരുമ്പോൾ അതിസുന്ദരമായിട്ട് അങ്ങനെ ഇനിയും താഴോട്ട് വളർന്ന് വളർന്ന് പൂർണ്ണമായിട്ട് പൂർണ്ണചന്ദ്രനായി കഴിഞ്ഞാൽ അമ്മയുടെ മുഖായി. അങ്ങനെ ഉള്ള പൂർണ്ണചന്ദ്രനാവാൻ
ഉദിക്കുന്ന വെമ്പുന്ന അഷ്ടമി, ശുക്ലപക്ഷത്തിലെ അഷ്ടമി തിഥിയിൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ എടുത്ത് നെറ്റിയിൽ വച്ചതാണോ എന്ന് തോന്നുമാറുള്ള അഷ്ടമി ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന നെറ്റിത്തടത്തോട് കൂടിയവൾ. അപ്പൊ ഇവിടെ അപ്പൊ അതിങ്ങനെ കാണണമെങ്കിൽ ആ ധ്യാനത്തില് അഷ്ടമി ചന്ദ്ര വിഭ്രാജതളിക സ്ഥല ശോഭിത എന്ന് പറഞ്ഞാൽ നെറ്റിത്തട ഇങ്ങനെ കാണാൻ ശ്രമിച്ചാൽ ധ്യാനായി. ഇവിടെ എന്തുകൊണ്ട് അഷ്ടമി എന്ന് പറഞ്ഞു? എന്തിനിവിടെ ചന്ദ്രനെ കൂട്ടുപിടിച്ചു? അതുപോലെ തന്നെ അതും നെറ്റിത്തടവുമായിട്ട് എന്തൊരു ബന്ധിച്ചു? നെറ്റി ഇന്നുള്ള യോഗശാസ്ത്രത്തിലേക്കും തന്ത്രത്തിന്റെ അഗാധ തലത്തിലേക്ക് പോയാൽ മറ്റൊരു യോഗമാർഗത്തിലേക്ക്, രഹസ്യനാമ ഭാവത്തിലേക്ക് എത്തുവാൻ നല്ല സാധ്യതയാണ്. അത് ഓരോരുത്തരും അവരവരുടെ ജന്മത്തിന്റെ സൗഭാഗ്യം കൊണ്ട്, യോഗം കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുക. അതെല്ലാം ഓരോന്നും പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ സഹസ്രനാമം തീരില്ല. അവിടെ അല്ലാതെ എത്രയോ ഉദാഹരണങ്ങൾ പറയാം. പക്ഷെ പ്രത്യേകിച്ച് അഷ്ടമി തിഥിയുടെ പ്രാധാന്യം മനസ്സിലാക്കണം. അമ്മയുടെ ഉപാസനയുമായിട്ട് ബന്ധപ്പെട്ട അഷ്ടമി തിഥിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നെറ്റിത്തടത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ അവിടെ ശോഭിക്കുന്നത്, നെറ്റിത്തടം ശോഭിക്കുക പലതുകൊണ്ടാണ്. അത് യോഗമാർഗത്തിൽ. ഇവിടെ നമ്മൾ സാധാരണ അമ്മയെ അതിസുന്ദരിയായ ഒരു അമ്മയായിട്ട് കാണുമ്പോൾ ആ തലമുടിയെല്ലാം കണ്ട്, തലമുടിയിൽ ചേർത്ത് വച്ചിരിക്കുന്ന പുഷ്പങ്ങളെ കണ്ട്, അതിസുന്ദരമായിട്ട് പത്മരാഗം മണികളെ കൊണ്ട് കോർത്ത കിരീടം കണ്ട് താഴോട്ട് ഇങ്ങനെ വരുമ്പോ അഷ്ടമി, ഇന്ന് ചന്ദ്രൻ അഷ്ടമിയാണ്, ശുക്ലപക്ഷ അഷ്ടമിയാണോ എന്ന് തോന്നിപ്പോവും അമ്മയുടെ നെറ്റിത്തടം കണ്ടാൽ. അത്രയ്ക്കും പ്രകാശിക്കുന്ന നെറ്റിത്തടം. ആ അഷ്ടമി ചന്ദ്രനെ കണ്ടാൽ കറക്റ്റ് നമ്മുടെ നെറ്റിയുടെ ആ രൂപമാണ്. വട്ടമല്ല, ഒരു അർത്ഥ ചന്ദ്രനോ അല്ല, കുറച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള, അത് കാണിച്ചു തരാൻ പറ്റില്ല. അത് അഷ്ടമിയുടെ ദിവസം ചന്ദ്രൻ നോക്കി കാണാം. അപ്പൊ അഷ്ടമി ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന അമ്മയുടെ നെറ്റിത്തടത്തിന് നമസ്കാരം. അഷ്ടമി ചന്ദ്ര ബിഭ്രാജതളിക സ്ഥല ശോഭിത. പിന്നെ ആ നെറ്റി കണ്ടിട്ട് ഉടനെ ശിന്യാദി വാഗ്ദേവതമാര് പറയാണ്, മുഖചന്ദ്ര കളങ്കാഭമൃഗനാഭിവിശേഷക. നെറ്റി ഇങ്ങനെ കാണുമ്പോ നമുക്കൊക്കെ അറിയാം. നമുക്ക് ഇപ്പോ നെറ്റിയില് ചന്ദനം, ഭസ്മം, ചന്ദനം, കുങ്കുമം അല്ലേ? ഇപ്പൊ ഗണപതി ഹോമം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിന്റെ കരി പൊട്ടായിട്ട് തൊടുക. ഇങ്ങനെ നെറ്റിയില് ഒരു വിശേഷണം. എന്തിനാ ഈ ഭസ്മമൊക്കെ നെറ്റിയിൽ തൊടുന്നത്, ചന്ദനം തൊടുന്നത്, കുങ്കുമം തൊടുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയൊക്കെ തൊടാം. അത് നെറ്റിയിൽ പ്രാധാന്യം പറയുന്നു അല്ലെ? നെറ്റിയിലാണ് എല്ലാത്തിൻ്റെയും ഈ ലേപനങ്ങൾ ഉള്ളത്. അതിന് കാരണം എന്തൊക്കെ അന്വേഷിച്ചു പോയാലും നിഗൂഢമായ ശാസ്ത്രങ്ങളിലേക്കും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിലേക്കും ആചരണ ശാസ്ത്രങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഇവിടെ പറയാണ് വിശേഷകയാണ്. വിശേഷം അല്ല, വിശേഷക്കാണ്. വിശേഷക്ക എന്ന് വെച്ചാൽ, വിശേഷകം എന്ന് വെച്ചാൽ പൊട്ട് എന്നർത്ഥം. നമ്മള് നെറ്റിൽ തൊടുന്ന ഏത് പൊട്ടായാലും വിശേഷകം എന്ന് വെച്ചാൽ പൊട്ട് എന്നർത്ഥം. തിലകം എന്നൊരർത്ഥം. തിലകം എന്ന് പറഞ്ഞില്ല ഇവിടെ. ഇവിടെ വിശേഷകം എന്ന് പ്രത്യേകം പറയാൻ കാരണം വിശേഷകമാണ്. അതുകൊണ്ടാണ് ഒരു വൈശിഷ്ട്യമുണ്ട്. അതുകൊണ്ടാണ് തിലകം എന്നുള്ളതിന്, തിലകം എന്ന് പറഞ്ഞാൽ മതി. കസ്തൂരി തിലകം ലലാട്ട ഫലകെ കേട്ടിട്ടില്ലേ? അക്ഷസ്തരേഖ കസ്തൂരി തിലകമുണ്ട് ലലാട ഫലകെ. ലലാടം എന്ന് പറയുന്ന പലകയിൽ, നെറ്റിത്തടത്തിൽ കൃഷ്ണനെ കുറിച്ച് പറയുന്നു. അപ്പൊ ഇവിടെ തിലകം എന്നല്ല, വിശേഷകം. അപ്പൊ എന്താണ് ശേഷം, എന്താണ് ശേഷകം, എന്താണ് വിശേഷകം എന്നൊക്കെ അന്വേഷിച്ചു പോയാൽ അനവധി അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. നമുക്ക് തൽക്കാലം ആ സ്ഥൂല രൂപത്തിന്റെ വർണ്ണനയായതുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. പിന്നീട് സംശയങ്ങൾ വരുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് അന്വേഷിക്കുകയും ചോദിക്കുകയും വലിയ ഉയർന്ന പാണ്ഡിത്യമുള്ളവർ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാകും. ഇവിടെ വിശേഷക പൊട്ടു തൊട്ടവളാണ് എന്നർത്ഥം. വിശേഷക ഒരു സ്ത്രീലിംഗ ഒരു പേര് പോലെയാ പറയുന്നത്. ഇപ്പം ശ്രീമാത എന്ന് പറയുന്ന പോലെ വിശേഷക, പൊട്ടുള്ളവൾ. പൊട്ടുള്ളത് എവിടെ പൊട്ട്? നെറ്റിയിലാണ് പൊട്ട് തൊടുക. അപ്പൊ വിശേഷക, അതെന്താ വിശേഷക എന്ന് പറയാൻ പാകത്തിന് അവിടെ എന്ത് പൊട്ടാണ് എന്ന് ചോദിച്ചാൽ നാഭി വിശേഷക. നാഭിയെ പൊട്ടാക്കി. നാഭി പൊട്ടാകോ? ഇല്ല. അതുകൊണ്ട് നാഭി എന്നല്ല, മൃഗനാഭി വിശേഷക. മൃഗം മാനാണ്. മൃഗത്തിന്റെ നാഭി, കസ്തൂരി മാനിന്റെ നാഭി. അതാണ് കസ്തൂരി എന്ന് പറയുന്ന വളരെ സുഗന്ധപരമായിട്ടുള്ള മാനിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്.
ശരീരത്തിൽ തന്നെയാണ് കസ്തൂരി. അതിന്റെ സുഗന്ധം കേട്ടിട്ട് ഇത് എവിടുന്നാ സുഗന്ധം വരുന്നതെന്ന് അറിയാൻ പാടില്ലാതെ കസ്തൂരിമാൻ ഓടി നടക്കുമത്രേ. തന്റെ തന്നെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടായിട്ടും ഈശ്വരനെ പുറത്തന്വേഷിച്ച് നടക്കുന്ന സാധാരണക്കാരെ കുറിച്ച് പറയുമ്പോൾ ഉപമിക്കാറുള്ളതാണ് കസ്തൂരിമാനിനെ പോലെയാണ്. തന്റെ ഉള്ളിൽ മൂക്കത്ത് കണ്ണട വെച്ചിട്ട് കണ്ണട അന്വേഷിച്ച് നടക്കുന്നത് പോലെ തന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, തന്റെ നാഭിപ്രദേശത്തുണ്ടാവുന്ന വിശിഷ്ട ദ്രവ്യമാണ്, ഒരു ദ്രാവകം തന്നെയാണ് അതിസുഗന്ധമായ കസ്തൂരി സുഗന്ധം ഉണ്ടാക്കിക്കൊണ്ട് കറുത്ത നിറത്തില് അതെടുത്തിട്ടാണ് കസ്തൂരി എന്ന് പറയുന്ന ആ ഔഷധദ്രവ്യം എടുത്ത് അതുകൊണ്ട് തിലകം തൊട്ടാൽ വളരെ വിശേഷമാണെന്ന്. അപ്പൊ ആ കസ്തൂരി തിലകം എന്ന് പറയണത് എന്താണ്? കസ്തൂരി മാനിൽ നിന്നുണ്ടാവുന്ന, അത് നാഭിയിൽ നിന്നുണ്ടാവുക കസ്തൂരി മാനിന്റെ. മൃഗം എന്ന് വെച്ചാൽ മാൻ, മൃഗനാഭി, കസ്തൂരി മാനിന്റെ നാഭി. മൃഗനാഭി എന്ന് വെച്ചാൽ കസ്തൂരി എന്നർത്ഥം. മൃഗത്തിന്റെ നാഭിയിൽ നിന്നുണ്ടാവുന്നതായതുകൊണ്ട് മൃഗനാഭിക്ക് കസ്തൂരി എന്ന് പേരുണ്ട്. അപ്പൊ കസ്തൂരി കൊണ്ടുള്ള വിശേഷകാണ്, മൃഗനാഭി വിശേഷകാണ്. കസ്തൂരി പൊട്ടുണ്ട് എവിടെ? നെറ്റിയാണ് കണ്ടതല്ലേ. നമ്മള് അളികസ്ഥല ശോഭിത എന്ന് കണ്ടിട്ട് ഉടനെ പറയാണ് കസ്തൂരി തിലകം കൊണ്ട് മനോഹരിയാണ്, മൃഗനാഭി കൊണ്ട് വിശേഷകമുള്ളവളാണ്, കസ്തൂരി കൊണ്ട് പൊട്ടു തൊട്ടവളാണ്. അങ്ങനെ പൊട്ടു തൊടുമ്പോ പ്രത്യേകിച്ച് പറയാൻ എന്താന്ന് വെച്ചാൽ അവിടെയും വശിന്യാദി വാഗ്ദേവതമാരുടെ ഉപമയാണ് ആഭ മൃഗനാഭിവിശേഷക. കളങ്കാഭ എന്നുള്ളത് കളങ്ക ആഭ എന്ന് രണ്ടായിട്ട് തിരിക്കണം. ഇവിടെ വിശേഷക മൃഗനാഭിവിശേഷക, ആഭ മൃഗനാഭിവിശേഷക, കളങ്കാഭനാഭി വിശേഷക എന്ന് തന്നെ എടുക്കണം. അപ്പോ ആഭ വളരെ ശോഭയോട് കൂടിയിട്ടാണ്, ഒരു ശോഭ കൊടുക്കുന്നു. ഒരു പൊട്ട് അല്ലെ, പൊട്ട് തൊടുമ്പോ കുറച്ചും കൂടെ സൗന്ദര്യം ഉണ്ടാവുക. ഇവിടെ മൃഗനാഭി കൊണ്ട് പൊട്ട് തൊട്ടപ്പോ ശോഭ കൂടി എന്നാണ്. എവിടെയായിരിക്കാം? നെറ്റിത്തടത്തിനാവാം, അല്ലെങ്കിൽ മുഖത്തിനാവാം. നെറ്റിത്തടത്തിന് മാത്രമല്ല, നെറ്റിയിൽ പൊട്ട് തൊടുന്ന മുഖത്തിന്റെ സൗന്ദര്യം കൂടാനാ. അപ്പൊ അമ്മയുടെ മുഖത്തിന് സൗന്ദര്യം കൂട്ടുന്ന കസ്തൂരി തിലകം. അതിന് ഒരു ഉദാഹരണം പറയാണ്, മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക. ചന്ദ്രകളങ്കാഭ, ചന്ദ്രന് ഒരു കളങ്കം ആഭയാണ്. നമുക്കറിയാം ചന്ദ്രന്റെ ആ ഉപഗ്രഹത്തിന്റെ ഉള്ളിലുള്ള ഗുഹകളും അതേപോലെ താഴ്ചയും ഉയർച്ചയും ഒക്കെയുള്ള ആ ചന്ദ്രനെ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു മുയലിന്റെ ആകൃതിയുണ്ട്. ഒരു മുയലിനെ മടിയിൽ വച്ചിരിക്കുകയാണ്. മുയലിനെ ചേർത്ത് വെച്ചവൻ അല്ലെങ്കിൽ മുയല് ചിഹ്നമായവൻ എന്നൊക്കെ പറയാറുണ്ട്. ആ ചന്ദ്രന് ആ ഒരു കറുപ്പ്, ആ ഒരു പർവ്വത നിരയോ അല്ലെങ്കിൽ ഗുഹയൊക്കെ ആയിരിക്കാം, നമ്മളൊന്നും പോയിട്ടില്ല, പറഞ്ഞു കേട്ടേ അറിയുള്ളൂ. പക്ഷെ പണ്ടുള്ളവരെ അന്നേ പറഞ്ഞു വെച്ചിരിക്കുന്നു, ഇതൊക്കെ അന്വേഷിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു കളങ്കണ്ട്. അത് ശരിക്കും ശ്രദ്ധിച്ചാൽ ഒരു മുയലിന്റെ ചെടിയൊക്കെ ആയിട്ട് മുയലാണെന്ന് തോന്നും. അതുകൊണ്ടാണ് ശശി എന്ന് പറയാ. ശശം എന്ന് വെച്ചാൽ മുയലാണ്. മുയലിനെ ചേർത്ത് വെച്ചുള്ളവൻ ശശി. ഇവിടെ ഒരുപാട് പേരുകളുണ്ട്. ശശി എന്നുണ്ട്, ശശാങ്കൻ, മൃഗാങ്കൻ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ മൃഗത്തെ അടയാളമാക്കിയവൻ, ശശത്തെ അടയാളമാക്കിയവൻ, ശശി, ശശാങ്കൻ, മൃഗാങ്കൻ. അപ്പൊ അത് ചന്ദ്രന്റെ കളങ്കാണ്. പക്ഷെ ആ ഒരു കളങ്കം ചന്ദ്രന് ശോഭ കൂട്ടുന്നു എന്ന് കവികളുടെ സങ്കല്പം. അപ്പൊ ചന്ദ്രന് ഒരു കളങ്കം കൂടുതൽ ശോഭ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞതുപോലെ മുഖമാകുന്ന അമ്മയുടെ ചന്ദ്രന് ഇപ്പൊ നെറ്റിത്തടം വിട്ടു, താഴോട്ടങ്ങോട്ട് വരികയാണ്. മുഖം മുഴുവൻ ഒരു പൂർണ്ണ ചന്ദ്രനായിട്ട് അമ്മയുടെ കണ്ടിട്ട് പറയാണ്, ആ ചന്ദ്രന് ഒരു മുയലിന്റെ കറുത്ത ഒരു നിറം ശോഭ കൂട്ടുന്നെങ്കിൽ അമ്മയുടെ തിരുമുഖമാകുന്ന ചന്ദ്രന് ഈ കസ്തൂരി തിലകം കറുത്ത പൊട്ടൊരു കളങ്കാണ്. ആ കസ്തൂരി കളങ്ക പൂർണ്ണമായിട്ടുള്ള കറുത്ത പൊട്ട് തൊട്ടപ്പോ അമ്മയുടെ മുഖത്തിന് ശോഭ കൂടി. അങ്ങനെ അമ്മയുടെ മുഖത്തിന് ശോഭ കൂട്ടുന്ന രീതിയിലുള്ള കസ്തൂരി തിലകത്താൽ കൂടുതൽ മനോഹരിയായിരിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം. മുഖമാകുന്ന ചന്ദ്രൻ മുഖചന്ദ്ര, മുഖമാകുന്ന ചന്ദ്രനിലെ കളങ്കം മുഖചന്ദ്ര കളങ്കം, അതിന്റെ ശോഭ മുഖചന്ദ്ര കളങ്കാഭ. അത്
എന്താണത്? കളങ്കം, മൃഗനാഭിയാണ്. അപ്പൊ മുഖമാകുന്ന ചന്ദ്രന് കളങ്കമാണെന്ന് തോന്നുകയിൽ കൂടി ആ കസ്തൂരി തിലകം തൊട്ടത് കൊണ്ട് അമ്മയുടെ പൂർണ്ണചന്ദ്രഭാവത്തിലുള്ള അമ്മയുടെ മുഖത്തിന് കൂടുതൽ ശോഭ കൂടി. അങ്ങനെയുള്ള കസ്തൂരി തിലകം, ഒന്നും പറയാനില്ല, ഒരു കസ്തൂരിപ്പട്ട് ഒരു തൊട്ടു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ വിശേഷകം ചന്ദ്രനെ മുഖത്തോട് ഉപയോഗിക്കാൻ കാരണം, അതുപോലെ മൃഗനാഭി എന്ന് കസ്തൂരിക്ക് പേരുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മൃഗനാഭിയായിട്ട് നമ്മൾ അങ്ങനെ ഉപമിക്കാൻ വശന്യാദി ദേവതമാർ ഒരുമിട്ടത് എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് അതിന്റെയും അർത്ഥതലങ്ങൾ മാറിപ്പോവുക. അങ്ങനെ മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക. അപ്പൊ അഷ്ടമി ചന്ദ്രന്റെ പ്രഭയോടുകൂടിയ നെറ്റിത്തടത്തിൽ ചന്ദ്രൻ എങ്ങനെയാണോ ഒരു ചെറിയ കറുത്ത നിറത്തിലുള്ള ഒരു കളങ്കം കൂടുതൽ ശോഭ കൊടുക്കുന്നത്, അതുപോലെ അമ്മയുടെ മുഖമാകുന്ന ചന്ദ്രന് കൂടുതൽ ശോഭ കൊടുക്കുന്ന രീതിയിലുള്ള കളങ്കം പോലെ തോന്നുന്ന കസ്തൂരി തിലകം കൊണ്ട് ആയവൾക്ക് നമസ്കാരം. മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക. ഇതാണ് അതിന്റെ അർത്ഥം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോ അഷ്ടമി ചന്ദ്ര ബിഭ്രാജദളികസ്ഥല ശോഭിത മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക. അങ്ങനെ കിരീടം കണ്ടു, അമ്മയുടെ നെറ്റിത്തടം കണ്ടു, ആ നെറ്റിത്തടത്തിലെ കസ്തൂരി തിലകം കണ്ടു. അതിനുശേഷം പറയാണ് വദനസ്മരമാംഗല്യഗൃഹതോരണ ചില്ലിക വക്രലക്ഷ്മി പരിവാഹ ജലന്തീനാഭലോചന. 6ാമത്തെ ശ്ലോകാണ്. 17ഉം 18ഉം മന്ത്രങ്ങളാണ്. അമ്മയുടെ കിരീടം, ബാക്കിയെല്ലാം നമ്മൾ 4 കൈകളൊക്കെ കണ്ട്, തലമുടിയൊക്കെ കണ്ട്, അമ്മയുടെ കിരീടം കണ്ട്, അതിന് തൊട്ട് താഴെയുള്ള അമ്മയുടെ തിരുനെറ്റി, അത് അഷ്ടമി ചന്ദ്രനെ പോലെയാണ്. അതിലൊരു കറുത്ത പൊട്ടുണ്ട്. കസ്തൂരി കൊണ്ട് പൊട്ട് തൊട്ടപ്പോ അമ്മയുടെ മുഖത്തിന് കുറച്ചും കൂടെ ചന്ദ്രന് കളങ്കം വന്ന് ശോഭ കൂടിയതുപോലെ അമ്മയുടെ മുഖമാകുന്ന ചന്ദ്രന് ശോഭ കൂടി. അങ്ങനെ മൃഗനാഭിവിശേഷകം കൊണ്ട്, കസ്തൂരി തിലകം കൊണ്ട് മനോഹരിയായിരിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം എന്ന് കണ്ടു. പിന്നെ എന്താവണം? ആ നെറ്റി ഇങ്ങനെ കണ്ടാൽ തൊട്ട് താഴെ എന്താണ് എന്നിങ്ങനെ ആലോചിക്കാം. നമ്മളൊക്കെ ചോദിച്ചാൽ ഉടനെ പറയും നെറ്റി കഴിഞ്ഞാൽ പുരികമല്ലേ എന്നാ ചോദിക്കാം. പുരികം തന്നെയാണ്. ആ പുരികത്തെ കുറിച്ചിട്ടാണ് അടുത്ത മന്ത്രം. 6ാമത്തെ ശ്ലോകത്തിൽ 1ാമത്തെ മന്ത്രം. വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക. ഇവിടെ പലരും തെറ്റിക്കുന്ന നമ്മളും തെറ്റിക്കില്ലായിരിക്കും. ഇവിടെ വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക എന്ന് ചൊല്ലാറുണ്ട്. അങ്ങനെ ചൊല്ലരുത്. ഇവിടെ വദന സ്മരമാംഗല്യ ഗൃഹ ഒറ്റ മന്ത്രമാണ്. ചില്ലിക, തോരണ ചില്ലിക, ഗൃഹതോരണ ചില്ലിക, മാംഗല്യ തോരണ ചില്ലിക, സ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക, വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക. ഒറ്റ മന്ത്ര. പക്ഷെ മുറിക്കുമ്പോ ശ്രദ്ധിക്കുക. ഒരുമിച്ച് കൊണ്ട് ചൊല്ലിയാൽ കുഴപ്പമില്ല. ഈ ട്യൂണിലൊക്കെ ആടി ചൊല്ലും വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലി, അങ്ങനെ ചൊല്ലരുത് എന്ന് മാത്രം. ഇവിടെ അക്ഷരങ്ങൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ല ഈ മന്ത്രം. ഇവിടെ ചില്ലിക എന്ന് വെച്ചാൽ പുരികം. പുരികത്തെ കുറിച്ച് പറയാണ്. എന്താണ് പുരികം കണ്ടിട്ട് വശന്യാദി വാഗ്ദേവതമാർക്ക് തോന്നാണ് ഇത് തോരണമാണോ? ഒരു തോരണം പോലെ. കാരണം ആർച്ച് എന്ന് പറയും അല്ലെ? മംഗളഗ്രഹത്തിനെല്ലാം ഒരു കല്യാണം നടക്കുന്ന വീടാണെങ്കിൽ അത് മംഗളഗ്രഹ. ഒരു വിശേഷപ്പെട്ട കാര്യം നടക്കുകയാണെങ്കിൽ മംഗളഗ്രഹ. അല്ലെങ്കിൽ എന്നെന്നും മംഗളം നടക്കുന്നതാണെങ്കിൽ എപ്പോഴും അവിടെ ഒരു ആർച്ച് ഉണ്ടാവും, ഒരു കമാനം ഉണ്ടാവും. നമ്മളൊക്കെ ഇപ്പൊ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ആർച്ച് ഉണ്ട്, ക്ഷേത്രത്തിന്റെ പേരൊക്കെ എഴുതി വെക്കും അല്ലെ? അത് നിത്യം മംഗളം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നിത്യമായിട്ട് അവിടെ വരുന്നവർക്ക് ഇന്നും ധാരാളം ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ എന്തായാലും അവിടെ അങ്ങോട്ട് വരാനുള്ള ഒരു സ്വാഗതം, അതായത് സ്വാഗതം പറയുന്ന ഒരു ഗേറ്റ് അല്ലെ, കമാനം, അവിടെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ടാവും. ഇപ്പൊ കല്യാണമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വിശേഷപ്പെട്ട ഒരു ദിവസമാണെങ്കിൽ വരൂ ഇതുപോലെ തന്നെ ആ ഒരു സ്വാഗതം പറയേണ്ടതായിട്ടുള്ള ആ ഒരു ആദ്യത്തെ ഗേറ്റ് അല്ലെങ്കിൽ കമാനം, ആർച്ച് മനോഹരമായി കിട്ടി. ഇന്നൊക്കെ ആണെങ്കിൽ അതിൽ ഒരുപാട് കാശ് മുടക്കി ധാരാളം ലൈറ്റുകളും തോരണം മാലയും അത് കിട്ടുമ്പോൾ ഗംഭീരാക്കാറ്. അവിടെ തൊട്ട് അവിടെ വരെ തോരണങ്ങളൊക്കെ തൂക്കതൊക്കെ പതിവുണ്ട്. ഇവിടെ ഒരു തോരണം വെച്ചാൽ ആർച്ച് എന്നർത്ഥം, അല്ലെങ്കിൽ കമാനം എന്നർത്ഥം.
അപ്പൊ അമ്മയുടെ നെറ്റിയിൽ എവിടെയാ കമാനം? ഈ നെറ്റിയിലെ ഈ പൊട്ട് കണ്ടിട്ട് താഴോട്ട് ചിന്തിക്കുമ്പോൾ രണ്ട് വളഞ്ഞിങ്ങനെ ഒരു ഇതാണല്ലോ നെറ്റിയിലെ പുരികം എന്ന് പറയുന്നത്. അതിന്റെ മനോഹാരിത എത്ര വളഞ്ഞ് കറുത്ത് മനോഹരമാകുന്നോ അത്രയും മനോഹാരിത കൊടുക്കും മുഖത്തിന്. ഇവിടെ തോരണം പോലെയുള്ള ചില്ലികയുള്ളവൾക്ക് നമസ്കാരം. നല്ല വളഞ്ഞ കറുത്ത പുരികക്കൊടിയാണ്. അതെന്താണ്? അത് അവിടെ ഇതൊരു വീടുകൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിശേഷപ്പെട്ട കാര്യം നടക്കുന്നിടത്തല്ലേ ഇതിന്റെ ആവശ്യമുള്ളൂ. ഈ പുരികക്കൊടി ഈ തോരണമെന്ന് ഉപമിച്ചാലും ഏത് വീടിന്റെ അല്ലെങ്കിൽ ഏതൊരു മംഗളകർമ്മത്തിന്റെ ആണ് എന്നൊരു ചോദ്യം സാധാരണക്കാരൻ ചോദിക്കാം. അതുകൊണ്ട് ഗൃഹതോരണ ചില്ലിക, ഇത് ഒരു ഗൃഹത്തിലേക്ക് കയറുവാനുള്ള കമാനാണ്. അമ്മയുടെ തിരുനെറ്റിയിലെ ആ ചില്ലിക അല്ലെങ്കിൽ ആ പുരികക്കൊടികള് ഒരു ഗൃഹത്തിലേക്ക് കയറാനാണെങ്കിൽ അത് എത്രയോ മഹത്തര. ആ ഗൃഹം സാധാരണ ഗൃഹം ആവില്ല. അതുകൊണ്ടാണ് മാംഗല്യ ഗൃഹ, ഒരു മംഗളഗൃഹമാണ്. എന്തൊരു മംഗളകർമ്മം തരാൻ നടക്കുന്ന അല്ലെങ്കിൽ മംഗളം തരുന്ന ഒരു ഗൃഹത്തിലേക്കുള്ള കമാനമാണ്. വെൽക്കം എന്ന് പറയുന്ന ആർച്ച്, വരൂ, ഇതിലേക്കാണ്, വന്നോളൂ എന്ന് പറയാൻ പാകത്തിനുള്ള ഒരു കമാനമാണ്. വെറും ഒരു ഗൃഹമല്ല, ഇത് ഒരു മംഗളം മംഗളം തരുന്ന ഒരു ഗൃഹമാണ്. അപ്പൊ എന്താ, ആരുടെ ഗൃഹമാണ് എന്നാണ് അടുത്തത്. ഇത് ആരുടെ വീടാണ്, ഇതിന്റെ ഓണർ ആരാണ്, ഇവിടെ എന്താ വിശേഷം എന്താണ് അടുത്ത് ചോദിക്കുക. അപ്പോഴാണ് മാംഗല്യ ഗൃഹത്തിലേക്കുള്ള തോരണം പോലെയുള്ള അല്ലെങ്കിൽ മംഗളഗൃഹത്തിലേക്കുള്ള തോരണം വച്ചിട്ടുള്ള അലങ്കരിച്ചിട്ടുള്ള ഒന്നാണ് അമ്മയുടെ മുഖം. അപ്പോഴാണ് അമ്മയുടെ മുഖത്തെ കുറിച്ചാ പറയുന്നത്. അമ്മയുടെ മുഖത്തെ ഒരു ഗൃഹമായിട്ട് സങ്കല്പിച്ചേക്കാണ്. അതൊരു മംഗളഗ്രഹമാണെന്ന് പറയേണ്ട കാര്യമില്ല. ആ മംഗളഗ്രഹത്തിലേക്ക്, അമ്മയുടെ മുഖത്തിലേക്ക്, ആ നെറ്റിയിലേക്ക്, ആ പൂർണ്ണഭാവത്തിലേക്ക് കയറിയാൽ മംഗളം തന്നെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു മംഗളഗ്രഹം അല്ല പറയുന്നത്. വദനസ്മരമാംഗല്യ ഗൃഹം. ഈ വദനത്തെ അമ്മയുടെ മുഖമായിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. ഒരു ഗൃഹത്തിന്റെ ഒരു മംഗളഗൃഹമാണ്, പക്ഷെ സ്മരമാംഗല്യ ഗൃഹമാണ്. സ്മരൻ എന്ന് വെച്ചാൽ കാമദേവൻ. അപ്പോ അമ്മയുടെ മുഖത്തെ സ്മരമാംഗല്യ ഗൃഹമായിട്ട്, സ്മരന്റെ മംഗളഗൃഹമായിട്ട്, കാമദേവന്റെ സ്വന്തം തറവാടായിട്ട് കണക്കാക്കിയ കാണും. അമ്മയുടെ മുഖത്തേക്ക് അമ്മയുടെ ആ തിരുനെറ്റി കണ്ടാൽ, ആ തിരുനെറ്റിയുടെ ആ ഒരു ആർച്ച് പോലത്തെ പുരികങ്ങൾ കണ്ടാൽ, ആ അമ്മയുടെ പൂർണ്ണ ബോധത്തിലേക്ക് നമ്മൾ കിടന്നാൽ നമുക്ക് ഉണ്ടാവുന്നത് സർവമാന അനുഗ്രഹങ്ങളുമാണ്, സർവകാമങ്ങളും. അതാണ് കാമേശ്വരി എന്ന് പറയുന്ന അമ്മ. അപ്പൊ കാമദേവന്റെ മംഗളഗൃഹമാണ്, സ്വന്തം തറവാടാണ്, സ്വന്തം ഇല്ലമാണ് അമ്മയുടെ മുഖം. അപ്പൊ കാമദേവനാണ് ഈ പ്രപഞ്ചത്തിന്റെ സർവ്വതും തട്ടിമുട്ടാതെ ആകർഷിച്ചും വികസിച്ചും ഒക്കെ നടത്തുന്ന ആ കാമദേവന്റെ ശക്തിയാന്റെ മാനസപുത്രനായ കാമദേവനിലൂടെയാണ് ഇത് പൂർണ്ണമായിട്ടും വരുന്നത്. ഇങ്ങനെയുള്ള ആ ഒരു ഭാവം ഇവിടെ അമ്മയുടെ മുഖത്തെ മംഗളഗൃഹമായിട്ട് കണ്ടുകൊണ്ട്, അത് കാമദേവന്റെ മംഗളഗൃഹമായിട്ട് കണ്ടുകൊണ്ട് ആ മംഗളഗൃഹത്തിലേക്ക് കയറുവാനുള്ള ആർച്ചാണ്, ആർച്ച് പോലെ അല്ലെങ്കിൽ കമാനം പോലെയുള്ള അത്രയും സുന്ദരമാണ്. കാമദേവന്റെ മംഗളഗൃഹത്തിലേക്ക് കടക്കുവാനുള്ള ആർച്ച് അല്ലെങ്കിൽ മംഗളഗൃഹത്തിന്റെ കമാനമാണ് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ തോന്നും അമ്മയുടെ രണ്ട് പുരികക്കൊടികൾ കണ്ടാൽ. എത്ര മനോഹരമായിരിക്കണം, എത്ര വളഞ്ഞതായിരിക്കണം, എത്ര കറുത്തതായിരിക്കണം എന്ന് ആലോചിക്കുക. അങ്ങനെ അമ്മയുടെ തിരുനെറ്റി എന്ന് പറയുന്ന ആ അഷ്ടമി ചന്ദ്രനെ പോലെയുള്ള തിരുനെറ്റി, അതില് ചന്ദ്രന്റെ കളങ്കം പോലെ ശോഭ കൂട്ടുവാൻ പാകത്തിന് ചന്ദ്രന് കളങ്കം ഉള്ളതുപോലെ അമ്മയുടെ മുഖത്തിന് മുഴുവനും ശോഭ കൂട്ടുന്ന രീതിയിലുള്ള കസ്തൂരി തിലകം. ആ വളഞ്ഞ പുരികക്കൊടികൾ കണ്ടാൽ കാമദേവന്റെ മംഗളഗൃഹത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കവാടത്തിന്റെ കമാനമാണോ, കമാനമാകുന്ന രീതിയിൽ അത്ര മനോഹരമായിട്ടുള്ള അമ്മയിലേക്ക് കിടക്കുവാൻ, അമ്മയുടെ ആ ഒരു കാമേശ്വരിയിലേക്ക് നടന്നെടുക്കുവാനുള്ള പ്രധാന കവാടം രണ്ട് പുരികക്കൊടികളുടെയും മധ്യമാണ്. അതിലേക്ക് കടന്നാലും വീണ്ടും അർത്ഥതലോകം മാറും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട അമ്മയുടെ മനോഹരമായ നെറ്റിത്തടം,
അതിന് കസ്തൂരി തിലകം, വിളഞ്ഞ പുരികക്കൊടികൾ എന്ന രീതിയിൽ ചിന്തിച്ചാൽ മതിയാവും തൽക്കാലം. അങ്ങനെ അപ്പൊ ചൊല്ലുമ്പോ വദനസ്മരമാംഗല്യ എന്ന് പറയരുത്. വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക എന്ന് ഒരുമിച്ച് തന്നെ ചൊല്ലിയാലേ ആ മന്ത്രത്തിന്റെ അർത്ഥത്തോടു കൂടിയിട്ടുള്ള ഫലം ഉണ്ടാവും. അപ്പൊ വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക. അത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തന്നെ അറിയാം കണ്ണുകളാണ്. അമ്മയുടെ കണ്ണുകളെ കുറിച്ച് എങ്ങനെ പറയണമെന്ന് നമുക്ക് ആർക്കോ ഒരു കവികൾക്കോ സാധിച്ചിട്ടില്ല ഇന്ന് വരെ. ഇവിടെ അടുത്ത മന്ത്രം 18ാമത്തെ മന്ത്രം പറയാണ്, വക്രലക്ഷ്മി പരീവാഹജലന്മീനാഭലോചന. ലോചനം കണ്ണ്. വക്രലക്ഷ്മി പരീവാഹജലന്മീനാഭലോചന. അപ്പൊ ലോചനത്തോടു കൂടിയവൾക്ക് നമസ്കാരം എന്നൊരർത്ഥം. ആ ലോചനത്തിന് എന്താ പ്രത്യേകത? അമ്മയുടെ കണ്ണുകളെ എത്ര 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 കവികളെ ഏതൊക്കെ തരത്തിൽ ഉപമിച്ചിട്ടും വർണ്ണിച്ചിട്ടൊന്നും മതിയാവാത്തവരാണ് പൂർവിക ഋഷിമാർ. ഇവിടെ വശന്യാദി വാഗ്ദേവതമാര് പറയുമ്പോൾ കുറച്ചും കൂടെ ആക്യുറസി ഉണ്ട്. എന്താണ്? ലോചന, ലോചനത്തോടു കൂടിയവൾ. എന്താണ്? ആഭലോചന, വളരെ പ്രകാശിക്കുന്ന ലോചനാണ്. ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന പ്രകാശിക്കുന്ന ആഭ ശോഭ. എന്നാ വെറും എന്തിന്റെ ശോഭയാണ് എന്ന് ചോദിച്ചാൽ മീനാഭലോചന. മീൻ എന്ന് വെച്ചാൽ മത്സ്യം. മത്സ്യത്തിന്റെ ശോഭയോട് കൂടിയ ലോചന. മത്സ്യത്തിന് എന്താ ശോഭ എന്ന് ചോദിച്ചാൽ മത്സ്യത്തിന് നല്ല ശോഭയാണ്. വെള്ളത്തില് മത്സ്യത്തെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത് കാണാൻ, തുടിക്കുന്നത് കാണാനൊക്കെ ഭംഗിയാണ്. പല നിറത്തിലുള്ള മത്സ്യങ്ങളുണ്ട് അല്ലെ. വെറും ഒരു മത്സ്യം എന്നല്ല. ഇവിടെ അമ്മയുടെ കണ്ണാണ്. അപ്പൊ കണ്ണ് മത്സ്യങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഗതി നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. മത്സ്യം കൃത്യമായിട്ട് കോഴിക്കോട്ടേക്കാണോ പോണേ, തിരുവനന്തപുരത്തേക്കാണോ പോണേ, അല്ലെങ്കിൽ കിഴക്കോട്ടാണോ വടക്കോട്ടാണോ എന്ന് പറയാൻ പറ്റില്ല. അതിന് ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി 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 കളിക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട്, ഒരു ജലജീവി ആയതുകൊണ്ട് അമ്മയുടെ കണ്ണുകൾക്ക് അത് തന്നെയാണ്. ഒരു സ്ഥലത്ത് മാത്രം ഇരിപ്പുറയ്ക്കുന്ന ഒന്നല്ല അമ്മയുടെ കണ്ണുകൾ. കാരണം കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളിലെ സകലമാന മക്കളെയും ഭക്തരെയും എല്ലാവർക്കും സുഖാണോ, എല്ലാവർക്കും സുഖാണോ, ആർക്കെങ്കിലും വിഷമമുണ്ടോ എന്നല്ലേ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന എപ്പോഴും ചലത്താണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്. എന്റെ ഏത് മോൾക്കാണ്, ഏത് മോനാണ് വിഷമം? കാരണം വിശ്വമാതാവാണ്, കരുണയാണ്. അപ്പൊ അവിടെ ചലത് മീനാഭലോചന, ചലിക്കുന്ന മീനിന്റെ ശോഭയോട് കൂടിയ കണ്ണുകൾ. അപ്പൊ ചലത്തുക്കളാണ്. നമുക്കറിയാം നമ്മുടെ കണ്ണൊക്കെ എത്ര നമ്മൾ ശ്രമിച്ചാലും ചലിക്കാതെ കണ്ണ് വെച്ചാൽ കണ്ണിന്ന് വെള്ളം വരും, കണ്ണടഞ്ഞു പോകും. എപ്പോഴും കണ്ണടയാന്നുള്ളൊരു സംഗതി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ കണ്ണടയൽ മാത്രമല്ല, നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളും നോക്കാറുണ്ട്. നമുക്കെല്ലാം അങ്ങനെ അറിഞ്ഞേ പറ്റും. നമ്മുടെ കണ്ണ് മനസ്സിന്റെയാണ്. മനസ്സിന്റെ സങ്കല്പങ്ങൾ മുഴുവൻ അറിയാൻ ആഗ്രഹിച്ചിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു കൺട്രോളും ഇല്ലാതെ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ അമ്മയുടെ കാര്യം പറയാനില്ല. അമ്മയുടെ കണ്ണില് ആ കണ്ണുകള്, കൃഷ്ണമണി, പീലി എല്ലാം ചലത്താണ്. അത് കണ്ടപ്പോ വശന്യാദി വാഗ്ദേവതമാർക്ക് തോന്നാണ് ഇത് മത്സ്യം പോലെയാണല്ലോ. മത്സ്യം തുടിക്കുന്നത് പോലെ തുടിക്കുന്ന കണ്ണുകളാണ്. എന്തിനാണെന്ന് അമ്മയ്ക്ക് മാത്രം അറിയാം. മത്സ്യം എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുടിയും മത്സ്യത്തിന് മാത്രം അറിയാം. അപ്പൊ ഇവിടെ മത്സ്യമുള്ളത് എവിടെയാ? എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇവിടുത്തെ മത്സ്യം ആ മത്സ്യമല്ല. പരീവാഹ ചലന്മീനാഭലോചന. പരീവാഹം എന്നുള്ളതിന് 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്ന് ഒഴുക്ക് എന്നർത്ഥം, തടാകം എന്നർത്ഥം ഒക്കെ ഉണ്ട്. അപ്പോ ലക്ഷ്മി പരീവാഹം അതാണ്. ഒഴുക്ക് എന്നെടുത്താൽ ലക്ഷ്മി പരീവാഹം, ഐശ്വര്യ സമുദ്രം എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ ഐശ്വര്യത്തിന്റെ പ്രവാഹം. അത് പ്രവാഹം എന്ന് പറഞ്ഞാൽ നദിയായി, അല്ലെങ്കിൽ സമുദ്രമായി. അങ്ങനെ ഐശ്വര്യത്തിന്റെ സമുദ്രമാണ് എന്ത്? ലക്ഷ്മി പരീവാഹം. അവിടെ ഈ മത്സ്യം നീന്തി തുടിക്കാൻ പാകത്തിനൊരു പ്രവാഹമുണ്ട്, പ്രവഹിക്കുന്നുണ്ട്. ഒരു ഗംഗ പോലെ, യമുന പോലെ, ഗോദാവരി പോലെ, നർമ്മദ, സിന്ധു, കാവേരി എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും പവിത്രമായിട്ടുള്ള ഒരു പ്രവാഹമുണ്ട്. അതെന്താണ്? വക്രലക്ഷ്മി. വക്രം മുഖം. അമ്മയുടെ മുഖത്തെ ലക്ഷ്മി പരീവാഹത്തോട് ഉപമിച്ചേക്കാണ്. അതായത് അമ്മയുടെ മുഖത്ത് നിന്ന് ഇങ്ങനെ ഐശ്വര്യം ഇങ്ങനെ ഒഴുകാണ്, ഗംഗാപ്രവാഹം പോലെ. അങ്ങനെ ഐശ്വര്യം ഒഴുകുന്ന,
അമ്മയുടെ മുഖമാകുന്ന ഐശ്വര്യ സമുദ്രത്തിൽ, ഐശ്വര്യപ്രവാഹത്തിൽ നീന്തിത്തുടിക്കുന്ന രണ്ട് മത്സ്യങ്ങളാണോ എന്ന് തോന്നും അമ്മയുടെ കണ്ണുകൾ കണ്ടാൽ എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള കണ്ണുകളുള്ളവർക്ക് നമസ്കാരം. അപ്പൊ അമ്മയുടെ കണ്ണ് നമ്മൾ പുരിയം കണ്ട് താഴോട്ട് നോക്കുമ്പോൾ നമ്മളെ തന്നെ നോക്കിയെന്ന് വരില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, നമ്മളെ നോക്കാതിരിക്കാൻ നോക്കും. അങ്ങനെ അനവധി ലീലകളാടുന്ന അമ്മയുടെ കണ്ണില് തറയും അഴകാർന്ന കൃഷ്ണമണിയും പീലികളും ഒക്കെയാണ്. വീണ്ടിടംപെട്ട കണ്ണുകളാണ്. വിശാലാക്ഷി നമുക്ക് പേരും. അങ്ങനെ വിശാലമായ അക്ഷിയാണ്. എല്ലായിടത്തേക്കും നോക്കാൻ പാകത്തിനുള്ള ശക്തിയുള്ള അമ്മയാണ്. തന്റെ മക്കളെയൊക്കെ ഒരേ നിമിഷത്തിൽ എല്ലാവരും ഒരുമിച്ച് കാണുവാനുള്ള ആഗ്രഹത്തോടു കൂടി ഐശ്വര്യം തളം കെട്ടി നിൽക്കുന്ന ഒരു മഹാസമുദ്രം, അല്ലെങ്കിൽ ഒരു പരീവാഹം, അല്ലെങ്കിൽ ഒരു പ്രവാഹം, ഒഴുക്ക് ആ മുഖത്ത് നിന്ന് ഇങ്ങനെ ഐശ്വര്യം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുക. അത് സമുദ്രം പോലെ തോന്നിയിട്ട് ആ സമുദ്രത്തിൽ നീന്തിത്തുടിക്കുന്ന രണ്ട് മത്സ്യങ്ങളാണ് എന്ന് തോന്നും അമ്മയുടെ മിഴികൾ കണ്ടാൽ, കണ്ണുകൾ കണ്ടാൽ. അങ്ങനെ മുഖമാകുന്ന ഐശ്വര്യ സമുദ്രത്തിൽ നീന്തിത്തുടിക്കുന്ന മത്സ്യങ്ങളെ പോലെയുള്ള കണ്ണുകൾ ഉള്ളവൾക്ക് നമസ്കാരം. വക്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന. അപ്പൊ ഇവിടെ ചൊല്ലുമ്പോ വക്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന ഒരുമിച്ച് തന്നെ ചൊല്ലണം. പഠിക്കുമ്പോ മാത്രം ലോചന, മീനാഭലോചന, ചലന്മീനാഭലോചന, പരീവാഹ ചലന്മീനാഭലോചന, ലക്ഷ്മീ പരീവാഹ ചലന്മീനാഭലോചന, ഭക്തലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന എന്ന രീതിയിൽ മനസ്സിലാക്കുമ്പോൾ അമ്മയുടെ ആ കിരീടവും അമ്മയുടെ തലമുടിയും അതിനുശേഷം അമ്മയുടെ വളരെ പ്രകാശിക്കുന്ന അഷ്ടമി ചന്ദ്രനെ പോലുള്ള തിരുനെറ്റിയും അതിൽ അമ്മ തൊട്ടിരിക്കുന്ന കസ്തൂരി തിലകവും കാമദേവന്റെ ഗൃഹത്തിലേക്ക് കയറുവാനുള്ള കമാനമാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള വളഞ്ഞ പുരികക്കൊടികളും ഐശ്വര്യം തളം കെട്ടി കിടക്കുന്ന തടാകമാകുന്ന അമ്മയുടെ മുഖത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ചലത്തുകളായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ രണ്ട് മത്സ്യങ്ങളാണോ? ആ അമ്മയുടെ കണ്ണിൽ നിന്നാണ് ഈ മഹാലക്ഷ്മിത്വം നമ്മളിലേക്ക് പ്രവഹിക്കുക. അതുകൊണ്ട് ആ മത്സ്യങ്ങൾ എന്താണ് ഇപ്പോ പറയാറില്ലേ? ആകാശേ പക്ഷിജാതീനാം ജലേഷു ജലചാരിണാം യഥാ ഗതിർ ന ദൃശ്യതേ. ആകാശത്തെ പക്ഷിക്കുഞ്ഞുങ്ങൾ എങ്ങോട്ടാണ് പറക്കുന്നതെന്ന് അറിയില്ല. അതുപോലെ ജലത്തിലെ ജലചാരികള്, മത്സ്യങ്ങള് അങ്ങോട്ടാണോ ഇങ്ങോട്ടാ പറയാൻ പറ്റില്ല. യഥാ ഗതിർ ന ദൃശ്യത, എപ്രകാരമാണ് അവരുടെ ഗതി നിശ്ചയിക്കാൻ പറ്റാത്തതുപോലെ തഥാവൃത്തം മഹാത്മനാം എന്നുണ്ട്. മഹാത്മാക്കളുടെ ഗുരുക്കന്മാരുടെ മഹാഗുരുക്കന്മാരുടെ ഗതിയും അങ്ങനെ തന്നെ മനസ്സിലാവില്ല എന്ന് പറയുന്ന ഒരു സുഭാഷിതമുണ്ട്. അപ്പൊ ആ മത്സ്യങ്ങൾ എങ്ങോട്ടാണ് ചലിക്കുന്നത് പറഞ്ഞാൽ മനസ്സിലാവാൻ അത്രയും നീന്തി തുടിക്കുന്ന ആ ഒരു മഹാലക്ഷ്മിയുടെ കണ്ണുകൾ എന്ന് പറയാം. മഹാലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി സമുദ്രമാണ് അമ്മയുടെ മുഖമെങ്കിൽ അവിടുന്ന് പ്രകാശം പുറത്തേക്ക്, ആ ലക്ഷ്മിയുടെ പ്രകാശം പുറത്തേക്ക് വരുന്ന അമ്മയുടെ കണ്ണുകളിലൂടെയാണ്. അപ്പൊ അത്രയ്ക്കും ഐശ്വര്യ സമുദ്രമാകുന്ന അമ്മയുടെ മുഖത്തില് നീന്തിത്തുടിക്കുന്ന രണ്ട് കണ്ണുകള്. അവിടെയാണ് എന്തുകൊണ്ട് ആ മത്സ്യം മീനം എന്ന് പറഞ്ഞു. ലോചനത്തിന് എന്താണ്? വക്രവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധം. വക്രത്തിലെ മുഖത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണുകൾ. കണ്ണില്ലാത്തൊരവസ്ഥ ചിന്തിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ശങ്കര ഭഗവത്പാദര് ആ ദരിദ്ര ഇല്ലത്തേക്ക് സ്വർണ്ണ നെല്ലിക്ക വീഴുവാൻ പാകത്തിന് ആ വളരെ വളരെ പഴക്കം ചെന്ന ഒരു നെല്ലിക്കയുടെ ഒരു കഷ്ണവും നെല്ലിക്ക മേടിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് കനകധാരാ സ്തോത്രം ചൊല്ലിയത്. അംഗം അംഗം ഹരേ ഉളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിതപാംഗലീല മംഗല്യദാസ്തു മമ മംഗളദേവതായ. 21 ശ്ലോകങ്ങളില് ഏകദേശം 9 ശ്ലോകങ്ങൾ വരെ അമ്മേ ആ കണ്ണുകൊണ്ട് എന്നെ ഒന്ന് നോക്കണേ, എന്റെ ദാരിദ്ര്യം ഒന്ന് മാറ്റിത്തരണേ. ആ കണ്ണിന് ഉള്ള പ്രത്യേകതയാണ് ഈ ഏതാണ്ട് 9 ശ്ലോകവും അമ്മയുടെ കണ്ണിനെ കുറിച്ച് വിവരിക്കുന്നത്. അതിനുശേഷമാണ് ഈ കണ്ണുള്ള അമ്മ ആരാണ് എന്നുള്ള രഹസ്യങ്ങൾ പറയുന്ന രീതിയിലുള്ള 10ാമത്തെ ശ്ലോകങ്ങൾ. അപ്പൊ മഹാലക്ഷ്മിയുടെ നോട്ടമാണ് ലക്ഷ്മി കടാക്ഷം എന്ന് പറയാം അല്ലെ. മഹാലക്ഷ്മിയുടെ കടാക്ഷത്തിനാണ് പ്രാധാന്യം. അങ്ങനെയുള്ള ആ കടാക്ഷം നമ്മളിലേക്ക് നോക്കണമെങ്കിൽ, നമ്മളെ തന്നെ നോക്കണമെങ്കിൽ അത്ര ശ്രദ്ധയോടെ നമ്മൾ അങ്ങോട്ട് നോക്കണം. അമ്മയെ ഒന്ന് നോക്കൂ 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 പറയുമ്പോഴാണ് ഈ ചലത്തുക്കളായ കണ്ണുകള് പതുക്കെ നമ്മളിലേക്ക് മാത്രമാവുമ്പോഴാണ് ആ മുഖത്തെ ലക്ഷ്മി പരീവാഹം, ആ പ്രവാഹം, ഐശ്വര്യ പ്രവാഹം നമ്മളിലേക്ക് ഉണ്ടാവുള്ളൂ.
ഐശ്വര്യം എന്ന് വെച്ചാൽ സമ്പത്ത് എന്നല്ല, ഈശ്വരന്റെ ഭാവത്തിനാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. ഈശ്വരത്വത്തിലേക്ക് നമ്മളെ നയിക്കണമെങ്കിൽ അമ്മ അങ്ങനെ കോടാനുകോടി ഭക്തന്മാരെയും മക്കളെ നോക്കുമ്പോൾ നമ്മളെ തന്നെ നോക്കി നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധ കിട്ടണമെങ്കിൽ, നമുക്ക് കുറച്ചും കൂടെ അമ്മയുടെ ഒരു ശ്രദ്ധ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ അത്രയും അമ്മയോട് അടുത്തേ പറ്റൂ, അമ്മയിലേക്ക് ശ്രദ്ധിച്ചേ പറ്റൂ. അങ്ങനെ അനവധി യുഗങ്ങളോളം ശ്രദ്ധിച്ചിരുന്നതിന്റെ ഫലമാണ്, ആ തപസ്സിന്റെ ഫലമാണ് ഓരോരുത്തർക്കും അത്രയും ഉയർന്ന തലത്തിലെത്താൻ കഴിഞ്ഞത്. ആ അമ്മയുടെ ഒരു കടാക്ഷത്തിന് വേണ്ടിയിട്ട് എത്രയോ യുഗങ്ങളായിട്ട് കോടി കോടി യോഗിമാര് തപസ് ചെയ്യുന്നു. അങ്ങനെ ആ കടാക്ഷം എന്ന് പറയുന്നത് അമ്മയുടെ മുഖമാകുന്ന ഐശ്വര്യ സമുദ്രത്തിൽ നീന്തിത്തുടിക്കുന്ന മീനുകളാണ്. അപ്പൊ അത് എന്താണ്? അതാണ് വിദ്യ എന്ന് പറയുന്ന അവസ്ഥ. ആ വിദ്യയായിട്ടൊക്കെ വളരെ ബന്ധമുണ്ട് മീൻ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക്. അതുകൊണ്ട് തന്നെ മത്സ്യക്കൂർമ്മ വരാഹെന്ന് മത്സ്യാവതാരം ആദ്യം ഉണ്ടായത് അതുകൊണ്ടാണ്. ഇത് ഒരുപാട് ചിന്തിച്ച് ലേഖനം പോലും പ്രബന്ധം പോലും അവതരിപ്പിക്കാൻ പറ്റിയ ശ്ലോകമാണ്. എങ്കിലും ഇവിടെ നമ്മുടെ സ്ഥൂല രൂപമായിട്ട് ഇരിക്കുമ്പോൾ അമ്മയുടെ ആ കിരീടം കണ്ടു, തലമുടി കണ്ടു, തലമുടിയിൽ ചുറ്റിയിരിക്കുന്ന അലയെ ചേർത്ത് വച്ചിരിക്കുന്ന പൂക്കളെ കണ്ടു, അമ്മയുടെ ആ കിരീടത്തിന് തൊട്ട് താഴെ അഷ്ടമി ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന അമ്മയുടെ തിരുനെറ്റിയെ കണ്ടു. അതില് ചന്ദ്രന് കളങ്കം, ഒരു മുയലിനെ പോലുള്ള കളങ്കമാണ് ചന്ദ്രന് കൂടുതൽ ജ്വലനത്വം അല്ലെങ്കിൽ ആ ഒരു പ്രഭ കൂട്ടുന്നത് എന്നതുപോലെ അമ്മയുടെ ആ അഷ്ടമി ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ആ നെറ്റിക്ക്, ആ മുഖത്തിന് വീണ്ടും ശോഭ കൂട്ടുന്ന രീതിയിൽ ഒരു കസ്തൂരി തിലകമുണ്ട്. അതിന് താഴെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്ന, എപ്പോഴും മംഗളം തരുന്നതായിട്ടുള്ള കാമദേവന്റെ മംഗളഗ്രഹത്തിലേക്കുള്ള കമാനങ്ങളാണ് എന്ന് തോന്നുമാറുള്ള വളഞ്ഞ പിരികക്കൊടികൾ, എപ്പോഴും ഐശ്വര്യം തളം കെട്ടി നിൽക്കുന്ന, പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഐശ്വര്യ സമുദ്രം ആയിട്ടുള്ള അമ്മയുടെ മുഖത്ത് തത്തിക്കളിക്കുന്ന രണ്ട് മനോഹരമായ പല പല നിറത്തിലൊക്കെ തത്തിക്കളിക്കുന്ന, പല ഭാവത്തിൽ തത്തിക്കളിക്കുന്ന രണ്ട് മത്സ്യങ്ങളാണോ എന്ന് തോന്നുമാറുള്ള, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന, മക്കളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് കണ്ണുകൾ. അങ്ങനെയുള്ളവർക്ക് നമസ്കാരം. വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക ഭക്തലക്ഷ്മി പരിവാഹ ചലന്നീനാഭലോചന. പിന്നെ തൊട്ടു താഴെ മൂക്കാണ്. നവചമ്പക പുഷ്പാപൻ ആസാദണ്ഡ വിരാജിത. പിന്നെ അമ്മയുടെ കവിൽ തടച്ചുണ്ട്. ഇങ്ങനെ ഓരോ ഭാഗവും പറഞ്ഞു വരാണ്. എന്തായാലും അമ്മ ആ ഒരു ദേവകാര്യ സമുദ്രതയായിരിക്കുന്ന അമ്മ ചതുർബാഹു സമന്വിതയായി ചിതഗ്നികുണ്ഡത്തിൽ ഉദ്ഭൂതയായി ചുവന്ന നിറത്തോടെ ആ ബ്രഹ്മാണ്ടത്തെ മുഴുവനും അതിൽ ലയിപ്പിച്ചുകൊണ്ട് വന്ന അമ്മയുടെ കിരീടം കണ്ട് താഴോട്ട് നമ്മളിപ്പോ അമ്മയ്ക്ക് നമ്മളെ നോക്കുന്ന ഭാവത്തിലുള്ള കണ്ണുകൾ വരെ കണ്ടു. അടുത്ത ദിവസം അത് മൂക്ക് തൊട്ട് താഴോട്ട് സാമാന്യ അർത്ഥം മാത്രമെങ്കിലും ചിന്തിക്കാം. എല്ലാവരെയും ഈ ഒരു കണ്ണുകൊണ്ട്, ആ ഒരു കരുണ വഴിയുന്ന കണ്ണുകൊണ്ട് എല്ലാവരെയും അമ്മ നോക്കുന്ന ഒരു അവസ്ഥ വരട്ടെ. ഭക്തിയോടെ പ്രേമത്തോടെ ആ നോട്ടം കിട്ടുവാൻ വേണ്ടി ഉപാസന ചെയ്യാനുള്ള മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇന്ന് ക്ലാസ് ഇവിടെ നിർത്താണ്. 3:53 7 മിനിറ്റ് ഉണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിർത്താം. നമസ്തേ ജി. അഷ്ടമി ചന്ദ്ര വിഭ്രാജ തളിക, അതൊന്നും കൂടെ വ്യക്തമായിട്ട് അഷ്ടമി ചന്ദ്ര വിഭ്രാജത് അളിക സ്ഥല ശോഭിത. അതാ ചേർത്ത് പറയുമ്പോ വിഭ്രാജത് അളിക സ്ഥല ശോഭിത. മനസ്സിലായോ? മനസ്സിലായി. നന്ദി. അഷ്ടമി ചന്ദ്ര വിഭ്രാജത് അളിക. വിഭ്രാജത് അളിക സ്ഥലം എന്ന് നമുക്ക് തോന്നണം. അല്ലെങ്കിൽ അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത എന്ന് ആയിപ്പോവും. അങ്ങനെ ആവരുത്. നന്ദി. ഓക്കെ. ചേട്ടാ, ഇത്ര വളരെയേറെ അർത്ഥങ്ങൾ ഇതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടെന്നുള്ളത് കേൾക്കുന്നില്ല. ഇത്ര വളരെയേറെ അർത്ഥങ്ങൾ ഇതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടെന്നുള്ളത് മനസ്സിലായത് ഇപ്പോഴാണ്. അയ്യോ, അർത്ഥം ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിനെ താന്ത്രികമായിട്ട് യോഗമാർഗത്തിലേക്ക് തിരിച്ചാൽ പിന്നെ ഇവിടെ നിന്ന് ഒരു മന്ത്രം മതി വ്യാഖ്യാനിക്കാൻ. അത്രയും അഗാധതയാണ്. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു പോയാൽ ക്ലാസ്സിനൊരു എല്ലാവർക്കും ദഹിക്കില്ല. നമുക്ക് തൽക്കാലം 1000 നാമങ്ങളും ഈ ഒരു കുറച്ചൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാം. പിന്നീട് അവനവൻ തന്നെയൊക്കെ അന്വേഷിക്കണം.
ഇങ്ങനെ പാടി പോകുന്നുണ്ടെന്നുള്ളത് ഇത്ര വളരെ ഗംഭീരമായ അർത്ഥഗംഭീരം ഇതിനകത്തുണ്ടെന്നില്ല. നമസ്കാരം. ശരി ശരി ശരി, നമസ്കാരം. വിഭ്രാജം എന്ന് പറഞ്ഞ വിശേഷം എന്നാണോ അർത്ഥം? വിഭ്രാജം എന്നുള്ളതിന്റെ അർത്ഥം വിശേഷം എന്നാണോ? അല്ല, വിഭ്രാജം എന്ന് വെച്ചാൽ വിശേഷണ ഭ്രാജിക്കുക, ശോഭിക്കുക. വിഭ്രാജം എന്ന് പറയാൻ ധരിക്കുക എന്നർത്ഥമുണ്ട്. വിഭ്രത് എന്നർത്ഥം. കുഠാരം എന്ന്. ഭ്രാ വരുമ്പോ അതിന് ശോഭയുടെ ഇതുണ്ട്. രണ്ടും രണ്ടു തരത്തിലുള്ള അർത്ഥമാണെങ്കിലും അത് അഷ്ടമി ചന്ദ്രനെ ധരിച്ചു എന്ന് പറഞ്ഞാലും അതിന്റെ പ്രകാശം ഉണ്ടാവും. അഷ്ടമി ചന്ദ്രന്റെ പ്രകാശം പോലെ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. എല്ലാവരും ഒരു പണി ചെയ്യൂ. മലയാളം, സംസ്കൃതം മലയാളം ഒരു ഡിക്ഷണറി ഒക്കെ മേടിച്ച് വെക്കുക, അല്ലെങ്കിൽ അമരകോശം അല്ലെങ്കിൽ നിഘണ്ടു ഒക്കെ മേടിച്ച് സ്വന്തമായിട്ടൊക്കെ ഒന്ന് നോക്കുക. ആ പൊട്ടിനെ പറ്റി പറഞ്ഞ ഒന്നുകൂടെ, അമ്മയുടെ പൊട്ടിന്റെ കസ്തൂരിമാനിന്റെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു. അതായത് മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭിവിശേഷക. മൃഗനാഭിവിശേഷകയാണ് അമ്മ. മൃഗം എന്ന് വെച്ചാൽ മാൻ, നാഭി എന്ന് വെച്ചാൽ നാഭി തന്നെ. അപ്പൊ മൃഗത്തിന്റെ നാഭിയെ കുറിച്ച് പറയണമെങ്കിൽ കസ്തൂരിമാനാണ്. അപ്പൊ മൃഗം എന്ന് വെച്ചാൽ ശരിക്കും കസ്തൂരിമാൻ തന്നെയാണ്. ആ കസ്തൂരിമാന്റെ നാഭിയിൽ ഒരു പ്രത്യേക സുഗന്ധമുള്ള, നിങ്ങൾ കസ്തൂരിയൊക്കെ വാസനിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്, കുറച്ചൊക്കെ എവിടെയോ ചെറുതായിട്ടൊരു കസ്തൂരിയുടെ റിയൽ കസ്തൂരി മണത്താൽ അപ്പൊ തന്നെ നമ്മൾ വേറെ രീതിയിലായി പോകുന്ന പറയും. അപ്പൊ ചില മാനുകളുടെ നാഭിയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ദ്രവ്യമാണ് കസ്തൂരി. അങ്ങനെ കസ്തൂരി ഉണ്ടാകുന്ന മാനാണ് കസ്തൂരിമാൻ. ആ കസ്തൂരി തിലകമാണ് ഈശ്വരന്മാർക്ക്, എല്ലാ ദേവീദേവന്മാർ അത്രയും സാധാരണ കുങ്കുമത്തിനൊന്നും അത്ര സുഗന്ധമില്ല. കസ്തൂരി തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ നിറം കറുപ്പിനൊരു 7 അഴക് എന്ന് പറഞ്ഞാൽ ആ അഴകും അതിന്റെ സുഗന്ധമുണ്ട്. ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രനെ ഇങ്ങനെ കാണുമ്പോൾ ഒരു മുയലിന്റെ ചായയൊക്കെ തോന്നും, ഒരു കറുപ്പ്. അതുകൊണ്ടാണ് ശശാങ്കൻ എന്നൊക്കെ പേര്. അങ്ങനെ അതുള്ളത് കൊണ്ടാണ് ചന്ദ്രന് കൂടുതലൊരു മനോഹാരിത. അതുപോലെ അമ്മയുടെ മുഖം ചന്ദ്രൻ തന്നെയാണെങ്കിലും ആ മുഖമാകുന്ന ചന്ദ്രന് കുറച്ചുകൂടി ഈ കളങ്കം ശോഭയേറുന്നു, അതിന് കസ്തൂരി. അപ്പം ഈ കസ്തൂരിയും തിലകവും ചന്ദ്രന്റെ കളങ്കവും തമ്മിൽ ബന്ധം, ചന്ദ്രനും അമ്മയുടെ മുഖവും തമ്മിലുള്ള ബന്ധം രണ്ടുപേർക്കും ഒരുപോലെയാണ് എന്ന് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. നമസ്കാരം. നന്ദി. അപ്പോ എങ്ങനെയാണ് ശങ്കരനാരായണൻ? ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ല, ഞാൻ അവസാനം വിളിച്ചിട്ട് എവിടെ പോയെന്ന് അറിയില്ലായിരുന്നു. അല്ല, ഇപ്പൊ ആർക്കെങ്കിലും സംശയം ഇല്ലെങ്കിൽ നിർത്താം. വേറെ ആർക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത തവണത്തേക്ക്. എന്നാ ശരി.